തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ RCCB ട്രിപ്പിംഗ് പരിഹരിക്കാൻ ഞാൻ പോയി. അതും ഇലക്ട്രിക്കലിലെ ഒരു സിംഹത്തിന്റെ മടയിൽ. ഇലക്ട്രിക്കൽ വയറിംഗിൽ പരിഹരിക്കാൻ കഴിയാത്ത കംപ്ലൈന്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഞാൻ ആ RCCB ട്രിപ്പിംഗ് പരിഹരിച്ചിട്ടാണ് അവിടുന്ന് തിരിച്ചു വന്നത്. അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമസ്കാരം, ഞാൻ ബിജു അർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വീട്ടിലെ RCCB ട്രിപ്പിംഗ് ആണ് പരിഹരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഈ വീട്. നിർത്താതെയുള്ള മഴയെയും പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് 65 കിലോമീറ്റർ യാത്ര ചെയ്ത് കൃത്യം 9 മണിക്ക് തന്നെ ഞാൻ അവിടെ എത്തി. ആദ്യം എനിക്കൊരു പരിഗണനുണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ മുന്നിലാണ് ഞാൻ ഈ വർക്കുകൾ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളാണ്. എന്നിരുന്നാലും അദ്ദേഹം എന്നിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ബിജു, ചെയ്യുന്ന വർക്കുകൾ എങ്ങനെയാണ് ഈ കംപ്ലൈന്റുകൾ കണ്ടുപിടിക്കുന്നത്, ഈ ഒരു കംപ്ലൈന്റ് പരിഹരിക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വരുത്തുന്നത്, ഇതെല്ലാം എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. ആദ്യം തന്നെ നമ്മൾ പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്തു. ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ്, ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ്, അതുപോലെ തന്നെ ഫുൾ ലോഡിൽ ഓരോ ഫേസിലെയും കറണ്ട്. അതിനുശേഷം മെഗർ ടെസ്റ്റ് ചെയ്തു. മെഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ചില അവസരങ്ങളിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് 0.1ഉം 0 കാണിച്ചു തുടങ്ങി. ഈ റീഡിംഗ് ഇടയ്ക്കിടയ്ക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. വയറിംഗിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറവാണെന്ന് അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ ഒരു സംഭവം എനിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. ഓരോ കംപ്ലൈന്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. നമുക്ക് കിട്ടുന്നത് പുതിയ പുതിയ അറിവുകളായിരിക്കും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കംപ്ലൈന്റ് അതിൽ ഒളിഞ്ഞിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തു. നമ്മളൊരു കംപ്ലൈന്റ് കണ്ടുപിടിക്കുന്നതും ആ ഒരു കംപ്ലൈന്റിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങളും അദ്ദേഹത്തിന് ഒരു പുതിയ അനുഭവമായിരുന്നു. RCCB ട്രിപ്പിംഗിന്റെ കാരണം കണ്ടുപിടിക്കാൻ ന്യൂട്രൽ ടു എർത്ത് മെഗർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അത് നമ്മളെ 90% സഹായിക്കും. ബാക്കിയുള്ള 10%ത്തിലാണ് കംപ്ലൈന്റ് ഒളിഞ്ഞു കിടക്കുന്നതെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. DBയിലെ എല്ലാ സർക്യൂട്ടുകളും ഡിസ്കണക്ട് ചെയ്തു. ഓരോ സർക്യൂട്ട് ചെക്ക് ചെയ്യുമ്പോഴും കംപ്ലൈന്റുകൾ മാറി മാറി കാണിക്കുന്നു. ഇതറിയാനായി ആ വീട്ടിലെ മിക്ക സ്വിച്ച് ബോർഡുകളും ഞങ്ങൾക്ക് അടിച്ച് അതിലെ കണക്ഷൻസ് ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് വന്നു. എന്നിട്ടും കുറെ നേരം ഞങ്ങൾ ഇരുട്ടിൽ തപ്പി. ഇലക്ട്രിക്കൽ വയറിംഗിൽ പരിഹരിക്കാൻ കഴിയാത്ത കംപ്ലൈന്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഞാൻ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ തന്നെ ഉറച്ചു. ഈ വീട്ടിലെ RCCB ട്രിപ്പിംഗിന് കാരണമായ സാഹചര്യം എന്റെ കൺമുന്നിൽ നിന്നും തെന്നിക്കളിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അങ്ങനെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ പരിപാടി നമ്മളിപ്പോ ഒരു 2 മണിയായി ഒരു കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ. ഇത് കണ്ടോ, ഒരു DBയുടെ കോലം കണ്ടോ, എന്ത് നന്നായിട്ട് ഡ്രസ് ചെയ്ത് വെച്ചിരുന്ന ഒരു DB ആണ്. ഒരു കംപ്ലൈന്റിന്റെ പുറകെ പോയിട്ട് ആണ് നമുക്ക് ഇത്രയും ഇത് അഴിച്ചു പറക്കേണ്ടി വന്നത്. എല്ലാം ടൈ അടിച്ച് കൃത്യമായിട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു DB ആണ്. നമുക്ക് കണ്ടോ, സ്വിച്ച് ബോർഡുകളെല്ലാം അടിക്കേണ്ടി വന്നു. കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. എങ്കിലും നമുക്കിവിടെ സംഭവിച്ചത് കണ്ടോ, എല്ലാ സ്വിച്ച് ബോർഡും ഇത് കണ്ടോ, ഇവിടെയും കണ്ടോ, ഇതൊക്കെ നമ്മൾ അഴിച്ചിട്ടേക്കുന്നുണ്ടോ. ഇതൊന്നും നമുക്ക് മുൻപേ കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല. കണ്ടോ, ഓരോ വയറും സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. അതിനൊരു പ്രധാന കാരണമുണ്ട്. നമ്മൾ ഈ കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും റിസ്ക് എങ്ങും എടുക്കേണ്ടി വന്നിട്ടില്ല. ഈ സ്വിച്ച് ബോർഡുകളെല്ലാം അഴിച്ചിട്ടേക്കണം. ഈ വീടിനകത്തുള്ള മിക്ക സ്വിച്ച് ബോർഡുകളും അഴിച്ചിട്ടേക്കണം. അവസാനം നമുക്ക് ആദ്യം നമുക്ക് ഇതിന്റെ ഒരു മെഗർ വാല്യൂ കുറവായിട്ട് കാണിച്ചത് ന്യൂട്രലായിരുന്നു. എവിടുത്തെ ട്രിപ്പിംഗ് ആണെന്നറിയാലോ, ന്യൂട്രലായിരുന്നു. അത് കഴിഞ്ഞ് പല ഫേസുകളിൽ കാണിച്ചു. അതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ചിലപ്പോൾ ഒരു ലോഡ് വഴി എങ്ങനെ കയറി ഇറങ്ങി വരുന്നതായിരിക്കാം ഈ ഒരു ഇഷ്യൂ എന്ന് നമുക്കറിയാം. പക്ഷെ അത് എങ്ങനെ വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവസാനം എല്ലാ സ്വിച്ച് ബോർഡുകളും അഴിച്ചു നിർത്തിയിരിക്കുക. ഇവിടെ നമുക്ക് മാസ്റ്റർ കൺട്രോൾ വയറിങ്ങിലാണെന്ന് അവസാനം നമ്മൾ അത് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചതിന് ശേഷം ആ വയറുകൾ ട്രേസ് ചെയ്ത് വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മാസ്റ്റർ കൺട്രോൾ വയറിങ് ചെയ്യുമ്പോൾ ഓരോ റൂമിലെയും മാസ്റ്റർ കൺട്രോൾ വന്നിട്ട് DBയിൽ വന്നിട്ട് അതിനെ അവിടെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് വിട്ടു കൊടുക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സ്വിച്ച് ബോർഡും കയറി ഇറങ്ങി പോയിരിക്കണം. അവസാനം കൊണ്ടുവന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടെ കണ്ടോ, ആ മാസ്റ്റർ വയർ കൊണ്ടുവന്നിട്ട് മാസ്റ്ററിന്റെ വയർ കൊണ്ടുവന്നിട്ട് ബോഡിയിൽ എർത്തിന് പകരമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഇതാ ഇവിടെ അകത്തോട്ടൊന്ന് കാണിച്ച മോനെ, ഇത് മാസ്റ്റർ വയർ ആണ്. മാസ്റ്റർ വയർ കൊണ്ടുവന്നിട്ട് എർത്തായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു വയറിനകത്ത് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിന്റെ താഴെ ഒരു ഇൻവെർട്ടറിന്റെ ഒരു DB ഉണ്ട്. ആ DBയിൽ നിന്നാണ് വീണ്ടും റിട്ടേൺ വന്നിട്ട് ഇതിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും അഴിച്ചു പറക്കേണ്ടി വന്നത്. ഇത് എത്രയും അഴിച്ചു പറക്കേണ്ടി വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. കാരണം മാസ്റ്റർ വയറിംഗ് ചെയ്തിരിക്കുന്നത് DBയിൽ പോയിട്ട് DBയിൽ വേണം ഇതെല്ലാം ലിങ്ക് ചെയ്യാനായിട്ട്. അതിന് പകരം സ്വിച്ച് ബോർഡുകൾ തമ്മിൽ അങ്ങനെ ലിങ്ക് ചെയ്ത് പോയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റിസ്ക് വന്നത്. അത് അങ്ങനെ പോകുമ്പോൾ ഒരു വിഷയം, സ്വിച്ചുകൾ ഓണായി കിടക്കുകയാണെങ്കിലോ മറ്റോ ലോഡുകൾ വഴി നമുക്ക് ഈ ഫോൾട്ട് എല്ലായിടത്തും കാണിക്കും. എവിടെയാണെന്ന് നമുക്ക് തല വരുത്തും, എവിടെയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഏകദേശം ഇതാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് 30 mA RCCB സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കണം. ഇനി ഇതെല്ലാം റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇതിനേക്കാൾ ജോലിയാണ്. ഇവിടെ മാസ്റ്റർ കൺട്രോൾ വയറിംഗിൽ ഉണ്ടായിരുന്ന ലീക്കേജ് നമ്മളവിടെ കറക്റ്റ് ചെയ്തു. അതിനുശേഷം DB എല്ലാം ഡ്രസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന ഒരു 100 mA RCCB ആയിരുന്നു. അതായത് 30 mA വെച്ചിട്ട് ട്രിപ്പായി പോകുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 30 mA തന്നെ RCCB വെച്ച് സെറ്റ് ചെയ്ത് ഫുൾ ഓൺ ചെയ്തു. ഓൺ ചെയ്തിട്ട് നമ്മൾ RCCB ചെക്ക് ചെയ്യുന്ന സമയത്ത്
കണ്ടൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ RCCBയുടെ ട്രിപ്പിംഗ് കറണ്ട് വളരെ കുറവാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇടയ്ക്ക് മറ്റെന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രിപ്പായി പോകും. നേരത്തെ ഈ RCCB വെച്ചാൽ ഇത് ഓണായി നിൽക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പോൾ അത് വർക്ക് ചെയ്യും. എങ്കിലും ഇപ്പോൾ നമ്മളിവിടെ ഒരു 10 മില്ലി ആംപിയർ ലീക്കേജ് തന്നെ ഫസ്റ്റ് കൊടുക്കുകയാണ്. കൊടുക്കുന്നത് ആ ഒരു അറ്റ് എ ടൈമിൽ തന്നെ അത് ട്രിപ്പായി പോകുന്നുണ്ട്. അതായത് 10 മില്ലി ആംപിയറിൽ തന്നെ ട്രിപ്പിംഗ് സംഭവിക്കുക. 30 മില്ലി ആംപിയറിനുള്ളിലാണ്, അതായത് ഒരു 15 മില്ലി ആംപിയർ തൊട്ട് 15 മില്ലി ആംപിയറിന് മുകളിലും 30 മില്ലി ആംപിയറിനും ഇടയ്ക്കായിരിക്കണം ട്രിപ്പിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 10 മില്ലി ആംപിയറിൽ തന്നെ ട്രിപ്പായി പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ RCCBയും കൂടെ മാറിയെങ്കിൽ മാത്രമേ ഈ ഒരു നോയ്സൻസ് ട്രിപ്പിംഗ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ചെയ്യിക്കണം. അത് കഴിഞ്ഞിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. എൻ്റെ പേര് ഡോക്ടർ സുജിൻ എന്നാണ്. ഞാൻ നെടുമങ്ങാട് ഹീറ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസമായിട്ട് ELCB ഓൺ ചെയ്താൽ, RCCB ഓൺ ചെയ്തിട്ടാൽ ഒരു 1 hour ഒരു 2 hours ഇടയ്ക്ക് ട്രിപ്പായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ബേസിക്കലി ഞാനും ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അപ്പം ഞാൻ നല്ലപോലെ ട്രൈ ചെയ്ത് നോക്കി ഇത് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന്, സർക്യൂട്ട്സും അറിയത്തില്ല. അവസാനം ഒരു മാർഗ്ഗമില്ല, ഞാൻ നമ്മുടെ യൂട്യൂബ് വന്ന് ഞാൻ ഇങ്ങനെ ഇത് നമ്മുടെ ട്രേസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ഇവർ BS ഇലക്ട്രിക്കൽസിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഇത് കണ്ടായിരുന്നു. അപ്പം ഞാൻ ടെക്നിക്കലി എനിക്ക് കുറച്ചറിയാം, അവരുടെ എക്സ്പീരിയൻസിൻ്റെ അത്രയ്ക്കും വന്നില്ല. അപ്പം ഞാൻ അവരെ വിളിച്ചായിരുന്നു, നൈറ്റ് തന്നെ വിളിച്ചിരുന്നു. നല്ല രാത്രി വിളിച്ചപ്പോഴും നല്ല കോൾ റെസ്പോൺസ് ആയിരുന്നു. പുള്ളി വേറെ ഒന്നും ചോദിച്ചില്ല, ലൊക്കേഷൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പം അവർ ഉടനെ തന്നെ അടുത്ത ദിവസം ഇന്നത്തെ ദിവസം രാവിലെ ഒരു 9 o'clock ഷാർപ്പായിട്ട് റീച്ച് ആയിക്കൊണ്ട് ഫസ്റ്റ് നമുക്ക് ഇനിഷ്യലായിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു. പുള്ളി ഒവൊന്നും എനിക്കും എക്സ്പ്ലെയിൻ ചെയ്തെന്ന്. ഞാൻ പ്രാക്ടിക്കലായിട്ട് എനിക്ക് അറിയത്തില്ല, തിയറിറ്റിക്കലായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്താണ്. അപ്പോൾ ഫസ്റ്റ് പുള്ളി അദ്ദേഹം നമ്മുടെ ഇതിൻ്റെ എന്താണ് ഫാൾട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തായിരുന്നു. അത് ന്യൂട്രലിൻ്റെ ലീക്കേജ് ആയിരുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് റെക്ടിഫൈ ചെയ്യാമെന്ന് എല്ലാം ഒவ்வொரு ബോർഡ് ബൈ ബോർഡായിട്ട് റിലീസ് ചെയ്ത് എല്ലാ ഷോർട്ടിങ്ങും എല്ലാം ചെയ്ത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇപ്പം വളരെ ഈസിയസ്റ്റ് വേ ആയിട്ടും. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നു. നല്ല ഫ്ലെക്സിബിൾ ആണ്, പുള്ളിയും നല്ല ആക്റ്റീവാണ്. അവരുടെ എനിക്ക് വളരെ തൃപ്തികരമാണ്. അതേപോലെ പ്രൈസ് വൈസ് നോക്കിയപ്പോഴും വളരെ റീസണബിൾ പ്രൈസ് ആയിരുന്നു. എന്ന് വെച്ചാൽ കൊല്ലത്തിൽ നിന്ന് ട്രിവാൻഡ്രം വരയ്ക്കും വന്നുകൊണ്ട് ആ ഒരു ഇതിലേക്ക് ഇത്രയും പ്രൈസ് നിങ്ങളും വലിയ പ്രൈസിന് വേണ്ടി ചെയ്തതിനൂടെ നല്ല ഇത് നോളജ് ഉണ്ട്. എനിക്കതാണ് ഞാൻ പറയാനുള്ളത്. എൻ്റെ ഫാൾട്ട് ഐഡന്റിഫൈ ചെയ്ത് ഞാനിപ്പം ഏകദേശം ഒരു 1 hour 2 hours മുകളിലേക്ക് ഇപ്പം ഞാൻ കത്തിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം ട്രിപ്പ് ആവുന്നില്ല. എനിവേ താങ്ക് യു വെരി മച്ച് സാർ. ഞാനും ഇത്രയും ഇത് ചെയ്തില്ല. താങ്ക് യു വെരി മച്ച്. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ ഇത് അഡ്വർടൈസ്മെന്റ് ആയിട്ട് എടുക്കണ്ട, ആർക്ക് വേണമെങ്കിൽ പുള്ളിക്കാരനെ അപ്രോച്ച് ചെയ്യാം. നല്ല പോലെ സൊല്യൂഷൻ. ഇത് ഏകദേശം ഒരു 2-3 ഇലക്ട്രീഷ്യൻസ് വന്ന് ഒഴിഞ്ഞ ഒരു കാര്യമാണ്. ഒவ்வொரு പ്രാവശ്യവും ഇലക്ട്രീഷ്യൻസിനെ വിളിക്കുമ്പം അവർ അതാണ് ഫാൾട്ട് ഇതാണ് ഫാൾട്ട് എന്ന് പറഞ്ഞ് എന്നെ ഒരു 2 മാസം കൊണ്ട് എന്നെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നത്. എത്രയും പെട്ടെന്ന് ഒരു 3/4 അര ദിവസത്തിൽ ഇതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. അങ്ങനെ ഞങ്ങൾ RCCB ട്രിപ്പിങ്ങിന് കാരണമായ ആ കംപ്ലൈന്റ് പരിഹരിച്ചിട്ട് സന്തോഷത്തോടെ അവിടുന്ന് യാത്രയാവുകയാണ്. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളതുകൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊന്നുകൂടി ഞാൻ പറയട്ടെ, പുതിയ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ നിലവിലെ ഒരു ഇലക്ട്രിക്കൽ വയറിംഗിലെ കംപ്ലൈന്റുകൾ പരിഹരിക്കുക എന്നതാണ് ഒരു ഇലക്ട്രീഷ്യന് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കുന്നതും അവൻ സന്തോഷവാനാവുന്നതും. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. ഇലക്ട്രിക്കൽ നിങ്ങൾക്കൊരു പാഷൻ ആയിരിക്കണം. ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വിദ്യാഭ്യാസ യോഗ്യതയുടെ പ്രശ്നമല്ല. 10ാം ക്ലാസ് ജയിച്ചവരോ തോറ്റവരോ ഇലക്ട്രിക്കൽ ഫീൽഡിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യത. ഇലക്ട്രിക്കൽ എന്താണെന്നും ഇലക്ട്രിസിറ്റി എന്താണെന്നും ആ ഇലക്ട്രിസിറ്റി എങ്ങനെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്നുവെന്നും സിംഗിൾ ഫേസ് 3 ഫേസ് വയറിങ്ങിനെ കുറിച്ചും എർത്തിങ്ങിനെ കുറിച്ചും എർത്ത് ടെസ്റ്റിനെ കുറിച്ചും മെഗാ ടെസ്റ്റിനെ കുറിച്ചും ഒരു ഹൗസ് വയറിംഗ് തൊട്ട് ഇൻഡസ്ട്രിയൽ വർക്ക് വരെ ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാർ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ലളിതമായി മലയാളത്തിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണ് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ. ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് അവരുടെ സമയം ഒരു പ്രശ്നമാണ്. അതിനുവേണ്ടി ഏത് സമയത്തും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ഓൺലൈനിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സമയം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് പഠിക്കാൻ കഴിയും. ഓരോരുത്തർക്കും പ്രത്യേകം ക്ലാസ് നൽകുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും കഴിയും. 3 മാസത്തെ ഈ ക്ലാസ്സുകൾക്ക് ചെറിയൊരു ഫീസ്
മാത്രമേ ഉള്ളൂ. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ 9645540075 ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.